വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ ക്രൂരമായ ഞെട്ടിക്കുന്ന കൊലപാതകം. ആരാണ് ഈ കൃത്യത്തിനു പിന്നിൽ? അർജുൻ എന്ന് പോലീസും പ്രോസിക്യൂഷനും. പക്ഷേ പ്രോസിക്യൂഷന്റെ വാദങ്ങളെയെല്ലാം പ്രതിഭാഗം പൊളിച്ചടുക്കി. അർജുനെ നിരുപാധികം കോടതി വെറുതെ വിട്ടു. എങ്കിൽ സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ ഇവ കൂടി ഒരുമിച്ച് ഏകോപിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അർജുൻ തന്നെ നേരിട്ട് നമ്മളോട് സംസാരിക്കുന്നു. എന്താണ് ഈ കേസിൽ സംഭവിച്ചത്? ചോദ്യങ്ങളും ഉത്തരങ്ങളും കേൾക്കാം. അർജുൻ, ഇങ്ങനൊരു അവസരത്തിൽ ഒരു അഭിമുഖത്തിന് തയ്യാറായതിന് താങ്ക്സ്. അർജുൻ ഇപ്പൊ എത്ര വയസ്സായി? 23 വയസ്സായി. ഈ സംഭവം നടക്കുമ്പോൾ അർജുന് വയസ്സ് 21 വയസ്സ്. അർജുൻ ഒരു കൊറിയർ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. എത്ര കാലം വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ? 6 മാസം. ഏതായിരുന്നു കമ്പനി? DTDC പ്രൊഫഷണലും അല്ലേ? ഏകദേശം 6 മാസം വർക്ക് ചെയ്തു. എന്താ ജോലി കളയാൻ കാര്യം? ജോലി കൊറോണ ഒക്കെ ആയത് കാരണം 1 മാസം അവധി എടുക്കാൻ പറഞ്ഞു. പിന്നെ പിറ്റേ മാസം വിളിക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ ജോലിയിൽ നിന്ന് മാറുന്നത്. നാട്ടിലൊക്കെ എങ്ങനെയാ സജീവമായി സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു? സംഘടന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ഒരാൾ വിളിക്കുമ്പോൾ മാത്രം, എന്ന് വെച്ചാൽ അത് ബ്രാഞ്ച് സെക്രട്ടറി എന്ന് ഒരാളുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറി മോനും പാർട്ടിയുടെ നല്ല നേതാവൊക്കെയാണ്. പക്ഷെ പുള്ളി പറയും എന്നെ പോലെ കൊടി പിടിക്കണം എന്ന് പറഞ്ഞാൽ പോകും. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ സജീവ പാർട്ടി ഒന്നും, സജീവമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലില്ല. അല്ലല്ല. DYFI സജീവ പ്രവർത്തകനല്ല. അല്ലല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയിലും ഇല്ല. അല്ലല്ല. ശരി. ഒരു സംശയം അർജുൻ ഈ സംഭവം നടക്കുന്ന ദിവസം ഈ സ്ഥലത്തുണ്ടായിരുന്നു, ഈ ലയത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് ഉച്ചവരെ എന്തായിരുന്നു അർജുൻ ചെയ്തത്? എനിക്ക് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. വോളിബോൾ കളിക്കാൻ പോയിട്ട് കുറച്ച് ദിവസമായിട്ട് കാൽ ഒരുക്കി വീട്ടിലായിരുന്നു. എവിടെയും പോകാൻ പറ്റിയില്ല. അതിനിടെ കൺകുരു വന്നു. എവിടെയും പോകാൻ പറ്റിയ സ്ഥിതിയായിരുന്നു. കണ്ണിക്കുരു ഉണ്ടായിരുന്നു. കാലും വേദന ഉണ്ടായിരുന്നു. അത്യാവശ്യം നടക്കാൻ ഒരു ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ഇരുന്ന് പോകുമ്പോഴാണ് ഈ സംഭവം. വീട്ടിൽ അപ്പോ അതായത് ഉച്ചവരെ എന്തായിരുന്നു അർജുൻ ചെയ്തത്? ഉച്ചവരെ ഞാൻ വീട്ടിലായിരുന്നു. വീട്ടിൽ തന്നെ? എങ്ങും പുറത്ത് പോയതേ ഇല്ല? പുറത്ത് പോയിട്ടില്ല. കാല് വയ്യായിരുന്നു. ഈ കാലൊടിഞ്ഞത് എന്താണ്? കാലൊരു 2-3 ആഴ്ചയായി. 2-3 ആഴ്ച പ്ലാസ്റ്റർ ഇട്ടിരുന്നോ? പ്ലാസ്റ്റർ ഉണ്ടായിരുന്നോ ആ സമയത്ത്? അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം പ്ലാസ്റ്റർ ഇട്ട നിലയിലായിരുന്നു? അല്ല. പ്ലാസ്റ്റർ എടുത്തിരുന്നു. പ്ലാസ്റ്റർ എടുത്തത് ഓർമ്മയുണ്ടാവോ? ഈ ആക്സിഡന്റ് നടന്നത് എങ്ങനെയാണ്? ആക്സിഡന്റ് പറ്റിയത് വോളിബോൾ കളിക്കുമ്പോൾ ബ്ലോക്ക് ചാടിയപ്പോൾ താഴത്ത് നിന്ന് കാല് മടങ്ങി. അപ്പൊ അത് ഫ്രാക്ചർ ആണോ അതോ മടങ്ങിയതാണോ? മടങ്ങിയതാ. ഉൾക്കൊണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ പ്ലാസ്റ്റർ ഇടേണ്ടി വന്നില്ല? അല്ലല്ല. നമ്മൾ തൊട്ട് അയലോക്ക് തന്നെ ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി തന്നെ ഈ ഭൂഷണപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി സ്ഥലം. പുള്ളി അവരുടെ വീടൊക്കെ അവിടെ ആയിരുന്നു ആദ്യം. പുള്ളി കാല് കെട്ടി തന്നു. പ്ലാസ്റ്റർ ആയിരുന്നില്ല? അല്ലല്ല. അപ്പോൾ ഒരാഴ്ചയോളം അങ്ങനെ ആ പ്ലാസ്റ്റർ കെട്ടിയിരുന്നു. ഇത് കെട്ടിയിരുന്നതിന് ശേഷം പിന്നീട് കാല് 2 ആഴ്ചയായപ്പോഴേക്ക് അല്പം ഭേദമായി. നടക്കാൻ പറ്റുമായിരുന്നു? നടക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഈ ദിവസം, അതായത് 2021 ജൂൺ മാസം 30-ാം തീയതി രാവിലെ മുതൽ ഉച്ച വരെ വേറെ എങ്ങും പോയിട്ടില്ല? ഞാൻ പോയിട്ടില്ല. രവി എന്ന് പറയുന്ന ഒരാളുടെ കടയിൽ പോയിരുന്നു? ഇല്ല, പോയിട്ടില്ല. അയാളുടെ കടയിൽ പോയി മിഠായി വാങ്ങിച്ചിരുന്നു? ഇല്ല. അങ്ങനൊരു മൊഴിയുണ്ടല്ലോ. അല്ലല്ല. അന്നത്തെ ദിവസം ഞാൻ പോയിട്ടുണ്ടോന്ന് പറഞ്ഞാൽ പമ്പില് അതിന് ഓപ്പോസിറ്റ് പമ്പുണ്ട്. ആ പുള്ളിയുടെ പറഞ്ഞ കട ഓപ്പോസിറ്റ് പമ്പുണ്ട്. പമ്പിന്റെ CCTV നോക്കിയാൽ മതി. ഇന്ന പോലെ ഞങ്ങളുടെ ജംഗ്ഷനിൽ ഒരു ഫിഷ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ റെക്കോർഡ് എടുത്തിട്ടില്ല. ആ ദിവസത്തിൽ താങ്കളെ പതിഞ്ഞിട്ടില്ല? ഞാൻ പോയിട്ട് പോലില്ല. പക്ഷെ ഇതൊക്കെ അറിയാമായിരുന്നു, അവിടെ ക്യാമറ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അർജുൻ അറിയാമായിരുന്നു? എനിക്കറിയത്തില്ലായിരുന്നു. പിന്നീട് എങ്ങനെയാ ബോധ്യപ്പെട്ടത്? പമ്പാണെങ്കിൽ വണ്ടി വരുന്നതും പോകുന്നൊക്കെ ക്യാമറക്കകത്ത് കാണുമല്ലോ. അതല്ല, അർജുൻ ഇപ്പൊ പറഞ്ഞു പമ്പിലുണ്ടായിരുന്നു, കടയിലും ഈ CCTV ഉണ്ടായിരുന്നു. ഇത് അർജുൻ അറിയാമായിരുന്നു? എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങള് സ്ഥിരമായിട്ട് ആ വഴി കൂടെ ബോട്ട് വരുന്നത്. ടൗണിൽ ഇപ്പൊ ഊഹിച്ചതാണ്, ഉണ്ടാകാം എന്ന് ഊഹിച്ചതാണ്? ഊഹിച്ചെന്നല്ല, ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു തവണ കണ്ടിട്ടുണ്ട്. പിന്നെ പമ്പില്. അപ്പം ആ ക്യാമറ കണ്ണുകളിൽ താങ്കൾ പെട്ടില്ല? ഞാൻ പോയിട്ടില്ല. പക്ഷെ അന്ന് അവിടെ 50 രൂപയുടെ മഞ്ചും വാങ്ങിയില്ല? ഞാൻ പോയിട്ട് പോയില്ല. രവി പിന്നെ എന്തിനാണ് താങ്കൾക്കെതിരെ മൊഴി കൊടുത്തത്? പോലീസ് ഇന്ന പോലെ പറയിപ്പിച്ചു. രവിയെ കൊണ്ടോ? രവിക്ക് അങ്ങനെ ഒരു വാദമില്ല. അവിടെ നിന്ന് മിഠായി വാങ്ങാറുണ്ടോ ഇടയ്ക്ക്? ഞാൻ കടയിൽ പോകും, സാധനം മേടിക്കും. ആ മിഠായി വാങ്ങും? മിഠായി വാങ്ങത്തില്ല. ഒരു മിഠായി വാങ്ങത്തില്ല? ഇടയ്ക്ക് മിഠായി വാങ്ങിയിട്ടേ ഇല്ല? പല തവണ മിഠായി വാങ്ങിയതായി മൊഴികളുണ്ട്. ഈ രവിക്ക് താങ്കളോട് വിരോധമുണ്ടോ പേഴ്സണലായി? അല്ലല്ല, വിരോധമൊന്നുമില്ല. പിന്നെന്തിനാണ് രവി മൊഴി കൊടുക്കുന്നത്? കേസിന്റെ ആവശ്യത്തിന് വേണ്ടി പറഞ്ഞവര്.
പക്ഷെ അതിന് അർജുനെ രവിക്ക് മുൻകൂർ വിരോധമില്ല. കേസിന് ഞാൻ പ്രതിയായെന്ന് പറഞ്ഞായില്ലേ. ഉം. ഇന്ന പോലെ പറയണമെന്ന് പറഞ്ഞാൽ അവർ പറയും. അങ്ങനെ പറയുമോ രവി? അപ്പൊ രവി കള്ളം പറഞ്ഞതാണ്. കള്ളം പറഞ്ഞ ആണ്. അന്നത്തെ ദിവസം ഞാൻ പോയിട്ട് പോലില്ല, അവിടെ പോയിട്ടില്ല. വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങിയത് എന്തിനാണ്? സാധാരണ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരുടെ കൂടെ ഒന്ന് കളിക്കും. അന്നും പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. കളിക്കുന്ന വെച്ചാൽ മൊബൈലും അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി. പക്ഷെ കാല് നേരത്തെ പറഞ്ഞത് നമ്മുടെ കാല് ഒടിഞ്ഞിരുന്നു എന്നാണ്. ചട്ടിച്ചട്ടി നടക്കും. ചട്ടിച്ചട്ടി നടക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പുറത്തു പോകുന്നതിന് തടസ്സമില്ല. ഇല്ലല്ല. ശരി. അപ്പോൾ അർജുൻ പുറത്തു വരുന്നു. അന്ന് 2 മണിയോട് കൂടി തലമുടി വെട്ടാൻ പോയോ? 2 മണിയല്ല, 3 മണി. 3 മണിക്കാണ്. 3 മണിക്കാ പോകുന്നത് മുടി വെട്ടാൻ. ഈ 3 മണിന്ന് എങ്ങനെയാ ഓർമ്മിച്ചത്? നമ്മളിപ്പോ ഉദാഹരണത്തിന് ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സമയം നോക്കി ഇറങ്ങില്ലല്ലോ. സമയം നോക്കി ഇറങ്ങില്ല, പക്ഷെ ഒരു ഊഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഊഹമാണ്. അപ്പൊ അത് 2:30 ആവാം. 2:30 ആവല്ലോ. 3 തന്നെയാവും. അതെങ്ങനെയാ ഉറപ്പിച്ചത്? ഞാൻ അപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അല്ല, 3 മണി എന്നുള്ളത് എങ്ങനെയാണ് ഉറപ്പിച്ചത്? കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നു? അല്ല, ഫോൺ ഉണ്ടായിരുന്നു. ഫോണിൽ സമയം നോക്കി 3 മണി എന്ന് സമയം ഉറപ്പിച്ചിട്ടാണ് ഇറങ്ങിയത്. ആ 3 മണി സമയത്താണോ നേരത്തെ ഇറങ്ങുമായിരുന്നത്? അങ്ങനെ വല്ലതും? അല്ലല്ല, അങ്ങനെയല്ല. അങ്ങനെയൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഫോൺ നോക്കുമ്പോൾ സാധാരണ സമയം നോക്കാറുണ്ടോ? വളരെ പെട്ടെന്ന് 3 മണിന്ന് ഓർമ്മയുണ്ട് ആ സമയത്ത് ഇറങ്ങിയത്? 3 മണിയാണ് ഇറങ്ങിയത്. ജൂൺ മാസം 30-ാം തീയതിയാണ്. ജൂൺ മാസം 30-ാം തീയതി. പക്ഷെ താങ്കൾക്ക് തലമുടി വെട്ടാനായിട്ടൊരു സുഹൃത്ത് വന്നിരുന്നു അല്ലേ? അശോക്. പക്ഷെ അശോക് പറയുന്നത് 2:30-നാണെന്നാണല്ലോ. അല്ലല്ല, ശരിക്കല്ല, അതല്ല. 3 മണിക്ക്. അപ്പോ 3 മണിക്കാണെന്ന് താങ്കൾക്ക് ഉറപ്പാണ്? താങ്കൾ മൊബൈൽ ഫോൺ നോക്കിയപ്പോഴാണ് 3 മണി കണ്ടത്? ഇറങ്ങുമ്പോഴാണോ കണ്ടത്? തലമുടി വെട്ടാനിരിക്കുമ്പോഴാണോ കണ്ടത്? പാഷൻ ഫ്രൂട്ട് പറഞ്ഞു കൊടുത്തപ്പോഴാണോ? ഇറങ്ങുമ്പോൾ നോക്കി. സമയം നോക്കി. സ്വഭാവമായിട്ട് നമ്മൾ ഫോൺ നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ. സമയം കാണാൻ പറ്റുമോ പെട്ടെന്ന്? അതായത് ആദ്യം നമ്മുടെ അത് ഓർമ്മിച്ചിരിക്കുമോ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ? ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൊബൈൽ ഫോൺ നോക്കിയത് എപ്പോഴായിരിക്കും അർജുൻ? ഇന്നിപ്പോ നോക്കിയിട്ടുണ്ടാവില്ലേ? ഉണ്ടായില്ല. ഉണ്ടായിരുന്നു. എത്രയായിരുന്നു? ഏത് സമയത്താണ് നോക്കിയത്? ഏകദേശം ഓർമ്മിക്കുന്നുണ്ടോ അങ്ങനെ സമയം മൊബൈൽ ഫോൺ നോക്കിയത്? ഉദാഹരണത്തിന് നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്താൽ വളരെ പെട്ടെന്ന് ആ സമയമാണോ നമ്മുടെ മുന്നിൽ വരിക? ഫ്രണ്ട് എടുത്തിടുമ്പോൾ നമ്മൾ കറക്റ്റ് സ്വിച്ച് ഓൺ ആകുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. സ്വിച്ച് ഓഫ് ആയിരുന്നു മൊബൈൽ ഫോൺ എന്ന്? സ്വിച്ച് ഓഫ് ആയിരുന്നു. സ്ക്രീൻ ഓൺ ആയി വരുന്നു. അപ്പൊ അത് 3 താങ്കൾ ഉറപ്പിച്ചു ആ സമയത്ത് അല്ലേ? ആ സമയത്ത് നിങ്ങൾ ഈ കുട്ടിയുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് അർജുന്റെ വീട്. ലയമാണ്. തടി കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു പാളിയാണ്. അതിനപ്പുറത്താണ് അർജുൻ താമസിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്ന 6 ലൈൻസ് ഉള്ള വീട്. 6 വീടുള്ള ലൈൻസ്. അത് ഇങ്ങോട്ട് കയറി വരുവാണെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നത് ആ വഴി കൂടെയാണ്. അപ്പുറത്തെ വശമാണ് 6 വീടുണ്ട്. ആ 6 വീട് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് പറഞ്ഞു. ശരി അർജുൻ. അപ്പോൾ അർജുൻ കാല് വയ്യാതിരിക്കുകയായിരുന്നു, പുറത്തിറങ്ങിയിട്ടില്ല. കാല് ഒരു ചട്ടിച്ചട്ടി നടക്കാൻ മാത്രമേ അർജുന് പറ്റുമായിരുന്നുള്ളൂ. സുഹൃത്തുക്കൾ വന്നതറിഞ്ഞാണ് വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ മൊബൈൽ ഫോൺ നോക്കി. സമയം 3 മണി കഴിഞ്ഞ് എത്ര മിനിറ്റായി കാണും? മിനിറ്റ് 3:10 കാണും. ഇല്ലല്ല, 3 മണി. കൃത്യം 3 മണിയാണ്. അത് മൊബൈൽ ഫോണിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ 2021 ജൂൺ മാസം 30-ാം തീയതി നടന്ന സംഭവമാണ്. ഇപ്പോഴും ഓർമ്മിക്കുന്നു 3 മണിയെന്ന്. അതെങ്ങനെയാണ് ഇത്രയും? മറ്റുള്ള ദിവസങ്ങളും ഇങ്ങനെ ഓർമ്മിക്കാറുണ്ടോ? ഇപ്പൊ 2020 21 ജൂൺ മാസം 29-ാം തീയതി ഫോൺ നോക്കി ഏതെങ്കിലും സമയം? ആദ്യമായിട്ടല്ലേ ഇതുപോലെ സംഭവിക്കാറ്. പക്ഷെ അപ്പോൾ സംഭവം നടക്കുന്നത് അറിയില്ലല്ലോ ആ സമയത്ത്, ഫോൺ നോക്കുന്ന സമയത്ത്. പക്ഷെ ഓർമ്മയുണ്ട്. ശരി, അർജുന് വിട്ടുതരുന്നു. അതിനുശേഷം അർജുൻ പുറത്തേക്ക് ഇറങ്ങി തലമുടി വെട്ടുന്നു. അത് അശോകാണ് കബിന്റെ തലമുടി വെട്ടുന്നത്. അപ്പം കൂടെ സുജിൻ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പോൾ തലമുടി വെട്ടാൻ പറ്റുന്ന പാഷൻ ഫ്രൂട്ട് ഒരു സുഹൃത്തിനോട് കളക്ട് ചെയ്യാൻ പറയുന്നു. സുജിനോട് പറയുന്നു. അതിനുശേഷം എവിടെയാണ് അർജുൻ പോയത്? ഞാൻ പാഷൻ ഫ്രൂട്ട് എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വരുന്നു. പക്ഷെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ സമയം വ്യത്യാസം ഉണ്ടെന്ന് മൊഴികളിലുണ്ട്. അല്ലല്ല, മിസ്സിംഗ് ആണ് ആ സമയത്ത്. മൊത്തം സുഹൃത്തുക്കൾ അർജുനെതിരെ കള്ളമാണ്. ഉണ്ടായിരുന്നു. എന്റെ വീടിൽ നിന്ന് ഈ മുടി വെട്ടുന്ന സ്ഥലത്ത് എന്റെ വീടിന്റെ സ്റ്റെപ്പിൽ നിന്ന് കറക്റ്റ് കാണാൻ പറ്റും. ഞാൻ എവിടെ പോകുന്നു, ഞാൻ എവിടെ കയറി വരുന്നു, ഇറങ്ങി പോകുന്നു, കറക്റ്റ് അത് കാണാൻ പറ്റും. സ്പോട്ട് കാണുവാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം. അവർക്ക് കാണാൻ പറ്റും. പക്ഷെ പിന്നീട് എന്തിനാണ് അവർ കള്ളം പറഞ്ഞത്? രവി കള്ളം പറഞ്ഞു. കേസിന്റെ ആവശ്യത്തിന് വേണ്ടി. കേസിന്റെ ആവശ്യത്തിന് കുടുക്കി. എന്നെ പോലെ പോലീസുകാർ ഇവരെ കൊണ്ട് പറയിപ്പിച്ചു. അവരെ മർദ്ദിച്ചാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പരാതി ഇല്ല. അവരിപ്പോഴും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലല്ല, അത് മൊത്തം കള്ളമാണ്. അവർ പിന്നീട് പറഞ്ഞോ കള്ളമാണ് പറഞ്ഞത്? അവരെങ്ങനെ കള്ളമാണെന്ന് പറയുന്നത്? അടുത്ത സുഹൃത്തുക്കളല്ലേ അർജുൻ? അടുത്ത സുഹൃത്തുക്കളാണ് ഇത്രയും ചതി കൊണ്ടുവിട്ടത്. പക്ഷെ അർജുനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് വരെ. എല്ലാരും ഇഷ്ടമാണ്. പക്ഷെ പിന്നെ അർജുൻ എന്തിനു ചതിക്കണം?
എനിക്കറിയത്തില്ല. പക്ഷെ പോലീസുകാർ ഇന്ന പോലെ സാക്ഷികളെ കൊണ്ടും പക്ഷെ ഒരു പോലീസ് വന്ന് ചോദിക്കുമ്പോൾ അവർ സ്വാഭാവികമായും അവർക്ക് തന്നെ ചിലപ്പോൾ അത് തിരിഞ്ഞു വരില്ലേ കള്ളസാക്ഷി പറഞ്ഞാൽ? ഒന്നുമില്ല, മനസ്സിലായി. അതായത് അവർ അർജുൻ അനുകൂലമായി സാക്ഷി പറഞ്ഞാൽ പിന്നീട് തെളിയിക്കപ്പെട്ടാൽ അവർക്കത് കുഴപ്പമാവില്ലേ? അവർ അറിഞ്ഞുകൊണ്ടൊരു കള്ളസാക്ഷി പറയും അർജുൻ എന്ന സുഹൃത്തിനെതിരെ. ഞാൻ തറപ്പിച്ചു പറയാൻ കള്ളമാണ്. അവർ പറഞ്ഞത് കള്ളമാണ്. പക്ഷെ കള്ളം പറയുന്നൊരു കാരണം ഉണ്ടാവണ്ടേ? അതല്ലേ ഞാൻ പറഞ്ഞു. പോലീസുകാർ സമ്മർദ്ദം ചെലുത്തി. പോലീസുകാർ ഇത് ഈ എന്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരും, കബിന്, സുജിന്, അശോക്, അവർ നിങ്ങൾ എത്ര നാളായിട്ട് അറിയാം ഈ 3 പേരെയും? ഞാൻ ചെറുപ്പം തൊട്ട് അവിടെ വളർന്നു വരുന്നത്. അത്രയും കാലത്തെ സുഹൃത്ബന്ധമാണ്. ആ, അവർ കള്ളം പറയുമോ അർജുൻ? എന്തിനാ കള്ളം പറഞ്ഞു? എനിക്ക് അവരോട് ചോദിച്ചില്ലേ? എനിക്ക് ചോദിക്കാൻ പോലും അവസരം കിട്ടിയില്ലല്ലോ. എന്നെ കൊണ്ട് പോലീസുകാർ ഒരു വാക്ക് പോലും സംസാരിപ്പിച്ചില്ല അവിടെ. പട്ടിയെ പോലെയാണ് എന്നെ സ്റ്റേഷനിൽ ഇട്ട് തല്ലിയതവർ. മാനസികമായിട്ട് ശാരീരികമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചു. പക്ഷെ ഇത് ആർക്കും അറിയത്തില്ല. അതായത് പോലീസ് ഫ്രെയിം ചെയ്തതിന് ശേഷമാണ് സുഹൃത്തുക്കളോട് ഈ മൊഴികളൊക്കെ ചോദിക്കുന്നത്. ചോദിച്ചു വരുത്തി. അർജുനാണോ പറഞ്ഞത് ഈ 3 പേരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് അർജുൻ പോലീസിനോട് ആദ്യം പറയുകയാണോ ചെയ്തത്? അല്ലല്ല, എല്ലാവരോടും ചോദിച്ചു. ഇന്ന പോലെ ആരൊക്കെ മുടി വെട്ടാൻ പോയി. എന്റെ അച്ഛനുണ്ടായിരുന്നല്ലോ. എന്റെ അച്ഛനോട് എന്താ ചോദിക്കാതെ? അർജുന്റെ പിതാവാണ്. പിതാവാ. എന്റെ അച്ഛൻ ഓപ്പോസിറ്റിൽ നിന്നും വിറക് കീറിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ മുടി വെട്ടിക്കൊണ്ടിരിക്കുക. അതിന് അച്ഛനോട് ചോദിക്കാതെ? ശരി അർജുൻ, ഈ കുഞ്ഞിനെ അവസാനമായി കണ്ടത് എപ്പോഴാണ്? കുഞ്ഞിനെ അവസാനമായിട്ട് കണ്ടെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഞാൻ കണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് കണ്ടു, സംഭവത്തിന് മുമ്പ്. ആ, പക്ഷെ അർജുൻ ആദ്യം കൊടുത്ത മൊഴിയിൽ കണ്ടിട്ടില്ലെന്നാണല്ലോ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഈ കുഞ്ഞിനെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അർജുൻ കണ്ടിട്ടില്ല എന്നൊരു മൊഴിയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യം പോലീസിനോട് അങ്ങനെ പറഞ്ഞോ? ഞാൻ എപ്പോഴെങ്കിലും തുടക്കത്തിലെങ്കിലും? അന്നത്തെ ദിവസം കണ്ടു അർജുൻ? ഞാൻ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ കണ്ടു. ആ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. പറയാൻ മറന്നുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയി. അതായത് ആദ്യം പോലീസ് ചോദിക്കുന്ന സമയത്ത് അർജുൻ അത് മറന്നു. അത്രയും മാനസികാവസ്ഥയിൽ ആ മാനസികാവസ്ഥയിലായിരുന്നു. അപ്പം അർജുനോട് പോലീസുകാർ ചോദിച്ചു താങ്കൾ കണ്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണോ ചോദിച്ചത്? അന്ന് ചോദിച്ചില്ല. അതിനുശേഷം ചോദിച്ചു. 4-ാം തീയതി എന്നെ കൊണ്ടു. 4-ാം തീയതി ചോദിക്കുമ്പോൾ എന്നോട് ചോദിച്ചു. ഈ സംഭവം നടന്ന ദിവസം അർജുൻ കുട്ടിയെ കണ്ടത് മറന്നുപോയി. അന്ന് മറന്നുപോയി. ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു. നിനക്കറിയാവുന്നത് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഇന്ന പോലെ മാനസികാവസ്ഥയിലായിരുന്നു, ഞാൻ മറന്നുപോയി, പറയാൻ മറന്നുപോയി. പക്ഷെ അർജുൻ ഈ 3 മണി എന്നുള്ളത് ഓർമ്മിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുഞ്ഞിനെ കണ്ടത് ഓർമ്മിച്ചില്ല. അല്ലല്ല, ഞാൻ അന്ന് ഓർമ്മിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയാൻ വിട്ടുപോയെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇപ്പോ പോലീസ് ചോദിച്ചിരുന്നു അന്നത്തെ ദിവസം? എല്ലാവരോടും ചോദിച്ചപ്പോൾ അർജുനോട് ചോദിച്ചിരുന്നു? അന്നത്തെ ദിവസം എന്നല്ല, ഈ 4-ാം തീയതി ചോദിച്ചു. 4-ാം തീയതി ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞത് കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ സാറേ, ഞാൻ പറഞ്ഞു, ഞാൻ പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞ അവരോട് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നെ ഇന്നപോലെ നിങ്ങളുടെ അച്ഛന്റെ മൂത്ത ചേട്ടന്റെ ഭാര്യ ഇന്നപോലെ പറഞ്ഞു ചക്ക പറിക്കാൻ പോകുമ്പോൾ, അപ്പോഴാണ് ഓർത്തത് ആ കാര്യം. അന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. പക്ഷെ അതായത് അർജുൻ കണ്ട വിവരം പോലീസിനോട് പറയാൻ വിട്ടുപോയി. പക്ഷെ അർജുൻ കണ്ട വിവരം, ഈ കുഞ്ഞിനെ കണ്ട വിവരം, ഈ കുഞ്ഞിന്റെ വല്യമ്മച്ചി പോലീസിന് മൊഴി കൊടുത്തു. താങ്കളുടെ വല്യമ്മച്ചി ആണോ? എന്റെ അച്ഛന്റെ മൂത്ത ചേട്ടന്റെ ഭാര്യയാണ് പറഞ്ഞത് നിങ്ങൾ 2 പേരും കൂടി ഇരിക്കുന്നത് കണ്ടു. ഇരിക്കുന്നല്ല, എന്റെ വാറക്കിന് ഇരിപ്പുണ്ടായിരുന്നു. കൊച്ച് എന്റെ വീടിന്റെ വാറയ്ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി പോന്നെ, അവിടെ നിപ്പുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ കണ്ടു? കുഞ്ഞും അർജുനും ഞാൻ കണ്ടു, ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പറയാൻ മറന്നുപോയി. അന്നത്തെ മാനസികാവസ്ഥയിലായിരുന്നു. ഒരു സംശയം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഇന്നത്തെ ദിവസം ഒരു കുഞ്ഞ് മരിച്ചു, ആ വാർത്ത വരുന്നു. അപ്പൊ സ്വാഭാവികമായി നമ്മളെല്ലാം പറയും, അയ്യോ ഇന്ന് രാവിലെയാണ് ഞാൻ കണ്ടത്, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കണ്ടതേ ഉള്ളല്ലോ, അല്ലേ? സ്വാഭാവികമായി അങ്ങനെ പറയും. ഇപ്പം ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഒരാൾ ആക്സിഡന്റിൽ പെട്ടാൽ പോലും അയ്യോ പരിചയമുള്ള ഒരാളാണെങ്കിൽ ഇന്നലെ വൈകുന്നേരമാണ് കണ്ടത്, ഒരാഴ്ച മുമ്പ് കണ്ടാൽ പോലും നമ്മൾ ഓർമ്മിക്കും. പക്ഷെ അർജുൻ അത് മറന്നു പോകാൻ കാര്യം എന്തായിരിക്കും? അതല്ലേ സാറേ ഞാൻ പറഞ്ഞു, ആ കൊച്ചിനെ നമ്മൾ അനിയത്തി പോലെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. ഇന്ന പോലെ ആ സ്ഥലത്താണെങ്കിൽ ആ ഒരു കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നു. അത്ര ആ ഒരു പ്രായത്തിൽ അത്ര കൊച്ചു മാത്രമേ ഉള്ളൂ, അത്ര സ്നേഹിക്കുന്നുണ്ടായിരുന്നു. മിഠായികൾ കൊടുത്തിരുന്നു. ഞാൻ മിഠായി സ്നാക്സ് മേടിച്ചോണ്ടിരിക്കും. കൊച്ചു തന്നെ വീട്ടിൽ ഓടി വരും. ഞാനല്ല മഞ്ച് വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല. ഡയറി മിൽക്ക്, സ്നാക്സ് ഇപ്പൊ അവരുടെ വീട്ടുകാരും ശരി, ഞങ്ങളുടെ വീട്ടുകാരും ശരി, ആര് വീട്ടുകാരും എപ്പോഴെങ്കിലും മിഠായി കൊടുക്കരുതെന്ന് വീട്ടുകാർ വിലക്കിയിട്ടുണ്ടോ? എന്റെ വീട്ടുകാരാ? അവരുടെ വീട്ടുകാർ എന്നോട് ആ കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല. പല്ല് കുഞ്ഞിന് ചീത്തയാവും അങ്ങനത്തെ കാര്യം വന്നിട്ട് പോലില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ രവി എന്ന് പറയുന്ന അങ്കിൾ പറയുന്നുണ്ട് പലതവണ താങ്കൾ ആ കടയിൽ നിന്ന് മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. താങ്കൾ മിഠായി കഴിക്കുമോ? ഞാൻ കഴിക്കും. മിഠായി അതിനു വേണ്ടി വാങ്ങും? ഞാൻ മേടിച്ച് ഞാൻ കഴിക്കും. ഈ മഞ്ച് പോലുള്ള മിഠായികൾ കഴിക്കാറുണ്ട്? അല്ല ഇല്ല. അവിടെ സ്ഥിരം കഴിക്കുന്ന മിഠായി ഏതാ?
സ്ഥിരം കഴിക്കുന്നതാണെങ്കിൽ 1 രൂപയുടെ 2 രൂപയുടെ മുട്ടായി കഴിക്കും. അതൊക്കെ വാങ്ങും ഈ രവിയങ്കളുടെ കടയിൽ നിന്ന് വാങ്ങും. വാങ്ങിയിട്ടുണ്ടാവും. ഒത്തിരി കടയുണ്ടല്ലോ അവിടെ. വാങ്ങിയിട്ടുണ്ടാവും ഈ കടയിൽ നിന്ന്. ഇവിടെ സാധനമൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട് ഞാൻ. പക്ഷെ മിഠായി വാങ്ങിച്ചിട്ടില്ല. ഞാൻ മേടിച്ചിട്ടില്ല എന്നത് ഉറപ്പാണ്. ഉറപ്പാണ്. അത് ക്യാമറയിലും പതിഞ്ഞിട്ടില്ല. CCTV-കളിലൊന്നുമില്ല. ഈ CCTV-യുടെ ദൃശ്യത്തിൽപ്പെടാതെ വേണമെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും നമുക്ക്. കാര്യം അതിന് പിന്നിലൂടെയുള്ള വഴിയിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റും. ഈ CCTV-യുടെ ദൃശ്യങ്ങളിൽ പെടാതെയും വേണമെങ്കിൽ കടയിലേക്ക് പോകാം. എങ്ങനെ? രവിയുടെ കടയിലേക്ക് പോകാം നിങ്ങളുടെ വീട്ടിൽ നിന്ന്. ശരി, കൂടെ പോകാൻ പറ്റും. പല വഴികളുണ്ടല്ലോ. പല വഴികളുണ്ട്. പക്ഷേ ആ വഴി കൂടെ പോകണം. ആ വഴികളിലൂടെ നമ്മളിത് അറിയുന്നില്ല. നമ്മൾ അറിയുന്നില്ലല്ലോ. ഓക്കെ. ഈ കുഞ്ഞിനെ അതിനുശേഷം അവസാനം കാണുന്ന ഏകദേശം സമയം ഓർമ്മയുണ്ടോ? അവസാനം ജൂൺ 30-ാം തീയതി. അതല്ല സാർ, ഉച്ചയാകുമ്പോൾ കണ്ടെന്ന. ഏകദേശം ഒരു മണി. 1 മണിയായിട്ടുണ്ടോ? അവരെല്ലാരും പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പണിക്ക് പോകാൻ ഇറങ്ങി. ആ സമയത്ത് കുഞ്ഞിനെ കണ്ടു. അപ്പോഴാണ് വല്യമ്മച്ചിയും കണ്ടത് അല്ലേ? വല്യമ്മ ഏകദേശം ആ സമയത്താണ് കണ്ടത്. അപ്പൊ കുഞ്ഞിന്റെ വീട്ടിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ. അർജുന്റെ വീട്ടിൽ അർജുൻ മാത്രമേ ഉള്ളൂ. അല്ലല്ല, എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛൻ പണി. പക്ഷെ കുഞ്ഞിന്റെ ലയത്തിൽ ആ വീടിനുള്ളിൽ അവിടെ കുഞ്ഞു മാത്രമേ ഉള്ളൂ. അല്ലല്ല, കുഞ്ഞിന്റെ ലയത്തിനുള്ളിൽ, വീടിനുള്ളിൽ, കുഞ്ഞിന്റെ മുറിക്കുള്ളിൽ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ആ സംഭവം നടക്കുമ്പോൾ കൊച്ചു മാത്രമേ ഉള്ളൂ. റൈറ്റ്. അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ എന്താണ് നടന്നതെന്ന് നമുക്കിനി തെളിയിക്കപ്പെടേണ്ട സംഭവം നടക്കുന്നത്. ശരി, അർജുൻ എപ്പോഴാണ് ഈ വിവരം അറിയുന്നത്? കൊച്ചു മരിച്ചെന്ന് പറയാം. അതെ. കൊച്ച് ഞങ്ങൾ 3 മണി മുടിവെട്ടി ഇറങ്ങി. മുടിവെട്ടി കഴിഞ്ഞ് ഒരു ഏകദേശം 3:30 കഴിഞ്ഞു. പാഷൻ ഫ്രൂട്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ പാഷൻ ഫ്രൂട്ട് എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചത്. പക്ഷെ എന്റെ വീട്ടിൽ കൊണ്ട് വെച്ച പാഷൻ ഫ്രൂട്ട് ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നു. ഇന്ന പോലെ ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്ന കാര്യം പാഷൻ ഫ്രൂട്ട് എടുത്തു പോയില്ല, അവിടെ തന്നെ ഉണ്ട്. അതാണല്ലോ ഞാൻ വീട്ടിൽ പോയിട്ട് ഇറങ്ങി വന്നു പറഞ്ഞു. ഇത്ര സമയം കാണുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് സുജിനും കാണുന്നുണ്ട്. ഫ്രിഡ്ജിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഫ്രിഡ്ജിലുണ്ട്. അത് സുജിൻ പറിച്ച ഫ്രൂട്ടാണ്. സുജിൻ പറിച്ച പാഷൻ ഫ്രൂട്ട്. അത് പറിച്ച പാഷൻ ഫ്രൂട്ട് റൂമിൽ കൊണ്ടുവച്ചു. ഏകദേശം എത്ര സമയം എടുത്താണ് മൊത്തം കൂടി? എന്റെ വീട് ഒരു 20 മിനിറ്റിനുള്ളിൽ തീർന്നിട്ടുണ്ടാവും. അത്ര എടുത്തില്ല. അല്ലല്ല, ഒരു 15 അടിയുള്ളൂ. എന്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു വന്നു ഞാൻ. ഇതൊക്കെ കണ്ടോണ്ടിരിക്കും. അപ്പൊ ഈ കുഞ്ഞിന്റെ വീട് കാണാം നിങ്ങൾക്ക്. അതിന് തൊട്ട് മുന്നിലാണല്ലോ ഇതല്ലേ? അല്ല, എന്റെ വീട് കഴിഞ്ഞിട്ടാ. അതെ അതെ, ഏകദേശം നിങ്ങൾക്കത് കാണാം. ആ വീട് കാണാൻ പറ്റുമല്ലോ. തൊട്ടടുത്തുണ്ട്. അവിടെ ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ ആ സമയത്ത്. പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് കണ്ടിട്ടില്ല. പിന്നീട് എപ്പോഴാണ് ഈ വിവരം അറിയുന്നത്? 3:30 കഴിഞ്ഞു. 3:30 കഴിഞ്ഞ് ഇന്ന പോലെ വെള്ളം കോരാൻ പോവാന്ന് പറഞ്ഞു. ആര്? ഞാൻ പറഞ്ഞു. സുജിനോട് പറഞ്ഞു, ഇന്ന പോലെ വെള്ളം കോരാൻ പോവാ, ഇന്ന പോലെ വോളിബോൾ കളിക്കാൻ പോകുന്ന കാരണം, സ്ഥിരമായിട്ട് വോളിബോൾ കളിക്കാൻ പോകുന്ന കാരണം വെള്ളം കോരി വെച്ചിട്ട് പോവാന്ന് എല്ലാവരും പൊതുവെ പറയുന്നതായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും പറയുന്നതായിരുന്നു. അങ്ങനെ വെള്ളം കോരാൻ വേണ്ടി പോയി. എല്ലാരും കൂടിയാണോ പോയത്? അല്ല, സുജിനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അശോകും കബിന്റെ വീട്ടിൽ കയറി കബിന്റെ മുടി കണ്ടോണ്ടിരിക്കുക. മുടി ഞാനും സുജിനും വെളിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വെള്ളം കോരാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ വെള്ളം കോരാൻ വേണ്ടി അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടിൽ പോയിട്ട് ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പം സുജിനുമായിട്ട് സുജിനും പിന്നെ അവിടെ ഈ 2 കൊച്ചുങ്ങളായിരുന്നു. അപ്പൊ അവിടെ സംസാരിച്ചോണ്ടിരുന്നു. വേറെ കുട്ടികളുണ്ട് അവിടെ? അല്ല, കൊച്ചുകുട്ടികളല്ല. അവരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ ഈ കൊച്ചിന്റെ വെല്ലുമ്പച്ചി ഒച്ചപ്പാടിടുന്നത്. അപ്പം ഓടി വരികയാണ് നിങ്ങൾ? ഞാൻ ഓടിപ്പോയി നോക്കുമ്പോഴാ കൊച്ചിന്റെ ചേട്ടൻ കൈ കൊച്ചിനെ എടുത്ത് വെച്ച് നിൽക്കുന്നു. ഞാൻ മേടിച്ചു കൊണ്ടുപോയി. എൻ്റെ അച്ഛൻ വന്ന് കൊച്ചിനെ മേടിച്ചു. ഒരു 3 വീട് തള്ളിപ്പോയ ശേഷം അച്ഛൻ വന്ന് കൊച്ചിനെ മേടിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നെ പോലെ മരിച്ചിട്ടുണ്ടെന്നാ ആ സമയത്ത്. അപ്പോൾ അർജുൻ സുഹൃത്തുക്കളോട് പറഞ്ഞില്ലേ, അയ്യോ ഞാനിപ്പോൾ കണ്ടതേ ഉള്ളൂ കുഞ്ഞിനെ, ഇപ്പോൾ ഞാൻ കണ്ടതേ ഉള്ളൂ എന്ന് പറയുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പൊ കുഞ്ഞിനെ ഞാൻ കണ്ടതല്ലേ, ഉച്ചയ്ക്ക് 1 മണിക്കല്ലേ കാണുന്നത്. 3:30 മരണം സംഭവിക്കുന്നു. പക്ഷെ 1 മണിക്ക് കണ്ടത് അർജുൻ മറന്നുപോയി. അതല്ലേ സാറേ ഞാൻ പറഞ്ഞു, അത്രയും മാനസിക അവസ്ഥയിലായിരുന്നു ഞാൻ. അതായത് ഈ അപകടത്തിൽ ഈ കുഞ്ഞ് മരിച്ചിട്ടും കുഞ്ഞിനെ 1 മണിക്ക് കണ്ടത് ഓർമ്മിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അർജുൻ. തകർന്നുപോയി, ഷോക്കായിപ്പോയി. പ്രതീക്ഷിക്കുന്നില്ല സാർ. ശരി, അർജുൻ അതിനുശേഷം മരണവാർത്തയൊക്കെ അറിഞ്ഞു. അർജുനിലേക്ക് ഈ വിവരം എത്തുന്നത് ഈ സംശയത്തിനെ തുടർന്നാണോ പോലീസ് അർജുനെ സംശയിക്കുന്നത്? അർജുൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല 1 മണിക്ക് അർജുൻ കണ്ടു എന്നുള്ളത്? എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി.
സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അത് ആ, എന്നെ പോലും അറിയിപ്പിച്ചിട്ടില്ല. ഉം. എന്നെ പോലെ ഒരാൾ പാർട്ടിക്കാരനാ. ആരാ പാർട്ടിക്കാരൻ? ആ പാർട്ടിക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല, ഉം. ഒന്നാം സാക്ഷിയാ. ഉം. അയാളാണ് എന്നെയും ആദ്യം കബിനും അശോകും വിഷ്ണു എന്ന് പറഞ്ഞ ആള്, അവര് 3 പേരും ആദ്യത്തെ ഒരു വണ്ടി കൊണ്ടുപോയി. ഉം. അവരെടുത്ത് ചോദിച്ചു. അവരെ കൊണ്ടുപോയി. അതിനുശേഷമാണ് എന്നെയും സുജിനെയും എൻ്റെ അച്ഛനെയും ഈ ഒന്നാം സാക്ഷി കൊണ്ടുപോകുന്നത്. ഉം. എനിക്കറിയത്തില്ല, എന്നെ വിളിച്ചു വരുത്തി ഇന്ന പോലെ പോവാന്ന് പറഞ്ഞു. ഉം. പോയിട്ട് ഞങ്ങളെ ആദ്യം ഞാൻ പോകുമ്പോൾ അവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഉം. സ്റ്റേഷൻ്റെ ഫ്രണ്ടി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിട്ട് അന്നത്തെ തലേ 5 ദിവസം കൊച്ചി ഇവിടെ ഇല്ലായിരുന്നു. ഉം. കൊച്ചി കുമളിയിലും കൊച്ചിൻ്റെ വളർത്തമ്മ വളർത്തിക്കൊണ്ടിരിക്കുന്നു. വെച്ചാൽ കൊച്ചിൻ്റെ അച്ഛൻ്റെ അനിയൻ, ഉം. അവർക്ക് മക്കളല്ല, അപ്പം അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരു ചേച്ചിയുടെ വീട്ടിലും ചേട്ടൻ്റെ വീട്ടിലും ആ കൊച്ചി താമസിച്ച് പറഞ്ഞു കേട്ട അറിവുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. ആര് പറഞ്ഞു ഇത്? കൊച്ചിൻ്റെ ചേട്ടൻ. ചേട്ടൻ പറഞ്ഞു ആ ഇങ്ങനെ ഇവിടെ മോൾ ഇവിടെ ആയിരുന്നു എന്നുള്ളത്. ഇവിടെ 5 ദിവസം ഇവിടെ എല്ലാം കുമ്പളി പോയെന്ന് പറഞ്ഞു കേട്ട അറിവുള്ളൂ. മിക്കവാറും ദിവസം അർജുൻ ഈ കുഞ്ഞിനെ കാണുമായിരുന്നു. കാര്യം പുറത്തൊക്കെ കളിക്കുമ്പോൾ കാണാമല്ലോ, കാണാൻ പറ്റുമല്ലോ. പക്ഷെ 5 ദിവസം കുഞ്ഞിനെ കാണാതായപ്പോൾ അർജുൻ അന്വേഷിച്ചില്ല. അന്വേഷിക്കുന്നില്ല, അവര് പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഈ കുഞ്ഞ് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. ആ സമയങ്ങളിൽ ഈ 5 ദിവസം അന്വേഷിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. കുട്ടിയെ ആ സമയത്ത് കണ്ടിട്ടില്ല. പിന്നീടാണ് ഈ ദിവസം കാണുന്നത് അല്ലേ? അപ്പോൾ കുഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 5 ദിവസം കാണാത്തൊരു കുഞ്ഞിനെ തിരിച്ച് കാണുമ്പോഴും അതും അപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. കാര്യം ഈ കുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ അർജുന്, ഒരു സഹോദരി പോലെയല്ലായിരുന്നു ഈ കുഞ്ഞ്. അപ്പൊ 5 ദിവസം തുടർച്ചയായിട്ട് കുഞ്ഞിനെ കണ്ടിട്ടില്ല. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് കാണുന്നത്. ഡേറ്റ് കറക്റ്റ് അറിയുന്നില്ല, 5 ദിവസവും ഡേറ്റ് കറക്റ്റ് അറിയുന്നില്ല. മനസ്സിലായി. ആ ദിവസങ്ങളിൽ കാണാതിരുന്നിട്ട് പിന്നീട് കണ്ടു, അത് ഓർമ്മിക്കാതെ പോയി ഈ മാനസിക സംഘർഷം കാരണം. നമ്മള് ദിവസം തോറും കണ്ടുവരുന്ന കൊച്ച പെട്ടെന്ന് ഒരു പക്ഷെ 5 ദിവസം കുട്ടിയെ കണ്ടിട്ടില്ല. 5 ദിവസം കണ്ടിട്ടില്ല. അതിനുശേഷം കുഞ്ഞിനെ കണ്ടു. അതിനുശേഷം 30-ാം തീയതി ആണ് ഈ കുഞ്ഞിനെ കാണുന്നത്. ഒരു തവണ കണ്ടു, ഉച്ചയ്ക്ക് 1 മണിക്ക്. പക്ഷെ അത് ഓർമ്മിച്ചില്ല. 5 ദിവസം കാണാതിരുന്നിട്ടും കണ്ടിട്ടും അത് ഓർമ്മിക്കാൻ പറ്റിയില്ല പിന്നീട്. അതല്ല സാറേ ഞാൻ പറഞ്ഞ അത്രയും മാനസികാവസ്ഥയില്ല. കുഞ്ഞിനെ കണ്ടതേയില്ല എന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടതേയില്ല എന്നാണ് മനസ്സിൽ വിചാരിച്ചത് അല്ലേ? അല്ല, അങ്ങനെ വിചാരിച്ചില്ല. പക്ഷെ ഒരു നമ്മുടെ പരിചയക്കാരനായ ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളെ ഏറ്റവും ഒടുവിൽ കണ്ടത് നമ്മൾ പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കില്ലേ അർജുൻ? നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾ പെട്ടെന്ന് മരിച്ചാൽ അയാളെ നമ്മൾ അവസാനം കണ്ടത് ഓർമ്മിച്ചെടുക്കില്ലേ നമ്മൾ? എപ്പോഴാണ്? ഒരാഴ്ച മുമ്പാണോ കണ്ടത്? ഇയാളെ എപ്പോഴാണ് ഏറ്റവും ഒടുവിൽ കണ്ടത്? അത് പെട്ടെന്ന് ഓർമ്മയിൽ വരില്ലേ? ഓർമ്മയിൽ വരും. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ 4-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ്, അന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാ ഇന്ന കാര്യം ചോദിക്കുന്നു, ഇന്ന പോലെ കള്ളം പറഞ്ഞല്ലോ. ഞാൻ സാറേ അത് ആരോടാണ് പറഞ്ഞത്? കള്ളം പറഞ്ഞത് ആ ദിവസം പോലീസുകാർ ചോദിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പോയി. 30-ാം തീയതി അല്ലല്ല, ഞാൻ പറയാ ആ കാര്യം വിട്ടുപോയെന്ന് അവരോട് ഞാൻ പറഞ്ഞു. ഇന്ന പോലെ 1-ാം തീയതി കൊച്ചിൻ്റെ അടുത്ത് ഉണ്ടെന്ന്. അതായത് 30-ാം തീയതി നിങ്ങളോട് പോലീസ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? 30-ാം തീയതി 2-ാം തീയതി ചോദിച്ചിട്ടുണ്ട്. 2-ാം തീയതി ചോദിച്ചിട്ടുണ്ടോ? 30-ാം തീയതി ചോദിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ ഈ 2-ാം തീയതി ചോദിച്ചപ്പോഴാണ് കുഞ്ഞിനെ കണ്ടതായി ഓർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞത്. 2-ാം തീയതി 4-ാം തീയതി അല്ല, 4-ാം തീയതി പോലീസ് തിരിച്ചു ചോദിക്കായിരുന്നു. ഇങ്ങനെ വല്യമ്മച്ചിയുടെ വലിയൊരു മൊഴി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു ചോദിക്കായിരുന്നില്ലേ 4-ാം തീയതി അല്ലേ? അപ്പൊ അതിന് മുമ്പ് പോലീസുകാർക്ക് കൊടുത്തത് 2-ാം തീയതിയിലുള്ള മൊഴിയിലാണ് കുട്ടിയെ കണ്ടിട്ടില്ല, കാര്യം നാട്ടിലില്ലല്ലോ, അങ്ങനെ പറഞ്ഞിരുന്നത് അല്ലേ? 2-ാം തീയതി ആ ഡേറ്റ് ഓർമ്മിക്കുന്നില്ല. പക്ഷെ എന്തായാലും പോലീസിന് ആദ്യം കിട്ടിയ ഒരു ഇംപ്രഷൻ അർജുൻ ആ കുഞ്ഞിനെ കണ്ടില്ല എന്ന ഒരു ഇംപ്രഷൻ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അർജുൻ കൊടുത്തതായിട്ടൊരു ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട്. അർജുൻ അഥവാ പറഞ്ഞു അവരോട് ഈ കുട്ടി അന്നത്തെ ദിവസം കണ്ടില്ല എന്നുള്ളത്. ആദ്യത്തെ ദിവസം ആ ടെൻഷനിൽ പോലീസുകാരനോട് സമ്മതിച്ചു അർജുൻ. സമ്മതിച്ചില്ല സാർ. ഞാൻ പറഞ്ഞു ഇന്ന പോലെ സാറേ, ഞാൻ 4-ാം തീയതിയാണ് സംഭവം. എന്നോട് ചോദിക്കുന്ന 4-ാം തീയതി. 2-ാം തീയതി എന്താണ് അപ്പൊ അർജുൻ പറഞ്ഞത്? കണ്ടെന്ന് പറഞ്ഞോ കണ്ടില്ലെന്ന് പറഞ്ഞോ കുട്ടിയെ? അത് ഞാൻ ഓർക്കുന്നില്ല കറക്റ്റ്. അപ്പൊ 4-ാം തീയതിയാണ് പോലീസുകാർ ചോദിക്കുന്നത് നീ കള്ളം പറഞ്ഞു അല്ലേ എന്ന് ചോദിക്കുന്നത്. 4-ാം തീയതി അപ്പൊ പറഞ്ഞു ഞാനത് ഓർമ്മിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അവിടെയാണ് പോലീസിന് സംശയം തോന്നിയത് അല്ലേ? പക്ഷെ ഞാൻ ഓർത്തോണ്ട് ആ കാര്യം ഓർത്തോണ്ടിരുന്നത്. പക്ഷെ അതല്ല സംഭവിച്ചിരിക്കും. ഞാൻ ഇന്ന സമയം എന്റെ വീട്ടിൽ കയറിപ്പോയി, ഇന്ന സമയം വരെ അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ സുഹൃത്തുക്കളുടെ മൊഴി ഞാൻ സമയം അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാണ് ആ ഒരു സംശയത്തിലാണ് എന്നെ പിടിച്ചിട്ടത്.
ഏകദേശം എത്ര സമയമില്ലായിരുന്നു എന്നാണ് കൂട്ടുകാർ പറഞ്ഞത്? 45 മിനിറ്റോ 1 മണിക്കൂർ? കോടതി പറഞ്ഞേക്കുന്നത് പിന്നീട് ഈ വിഷ്ണുവിന് ഇത് കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കാനുള്ള അവസരം കിട്ടിയില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ കുടുക്കിയത് എന്ന് സുഹൃത്തുക്കളോട് ചോദിച്ചില്ല അല്ലേ? കള്ളം പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചില്ല. ചോദിക്കാൻ പോയ സാക്ഷിനെ സ്വാധീനിക്കുന്നൊക്കെ പറയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ശത്രുവായിട്ടല്ല എല്ലാവരും കാണുന്നത്. അവരോടുമായിട്ട് ഇതുവരെ പിണങ്ങിയിട്ട് പോലും ഇല്ലല്ലോ ജീവിതത്തിൽ ഇന്നേ വരെ, ഒരു ശത്രുതയുമില്ല. ഇല്ല. പക്ഷെ എന്നിട്ടും അവർ അർജുനെതിരെ മൊഴി കൊടുത്തു. രവി അർജുനെതിരെ മൊഴി കൊടുത്തു. എന്താന്ന് വെച്ചാ അതിനകത്ത് മുടി വെട്ടാൻ പോകുമെന്ന് പറഞ്ഞ് എൻ്റെ ഒരു ബന്ധുക്കാരുണ്ടായിരുന്നു. പിന്നെ അശോക് അവരുടെ ബന്ധുക്കാരൻ, കൊച്ചിൻ്റെ ചേട്ടൻ ഒരു ബന്ധുക്കാരൻ. പിന്നെ ഇവർ 3 പേരെ പോലീസ് വിളിച്ച് ഇന്ന പോലെ പറഞ്ഞു വരുത്തിച്ചു. ശരി, എനിക്ക് അർജുൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവും. അർജുൻ അവിടെ ഒരു കൊറിയർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. കാശ് അല്പം സമ്പാദിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. അത് സാറേ, വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്. ആഴ്ചക്ക് കിട്ടുന്ന 300 രൂപ ഉള്ളൂ. അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനും രണ്ടുപേരാ പണിക്ക് പോകുന്നത്. കിട്ടുന്ന 600. അർജുൻ എന്ത് പണിയാ പിന്നീട് ആ സമയത്ത് കുടുംബത്തെ സഹായിച്ചിരുന്നു? എന്തെങ്കിലും പണിയൊക്കെ ചെയ്തു? അന്നത്തെ ആ സമയത്താണ് ഞാൻ കുറിയറിന് പണിക്ക് പോയി. ചെറിയ ദുശീലങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ പോലീസ് ആദ്യം പെരുപ്പിച്ച് കാട്ടാൻ ശ്രമിച്ചത് അല്ലേ? മൊബൈൽ ഫോണിൽ ഈ പറയുന്ന സെക്സ് വീഡിയോസ് കാണുക. അല്ല സാറേ, അല്ലല്ല. പോൺ വീഡിയോ കാണുമായിരുന്നു. അല്ലല്ല. ടെലിഗ്രാമിൽ ചില പോൺ വീഡിയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ തെളിവുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ടെലിഗ്രാം എന്റെ ഫോണ് ഇന്ന പോലെ യൂസ് ചെയ്യാം. അവരൊക്കെ യൂസ് ചെയ്യും. നെറ്റ് ഇല്ലെങ്കിൽ നെറ്റ് എടുത്ത് യൂസ് ചെയ്യും. ആര് യൂസ് ചെയ്യും? കൂട്ടുകാര്. ഓക്കെ, ഈ കൂട്ടുകാരായിരിക്കാം അർജുനന്റെ മൊബൈൽ ഫോണിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആയിരിക്കാം. ഞാൻ മൊബൈൽ കൊടുക്കും. എന്തിനാ ഇതെന്ന് നമ്മോട് പറയുന്നില്ലല്ലോ. അവരുടെ കയ്യിൽ മൊബൈൽ ഇല്ലേ? മൊബൈലുണ്ട്. നെറ്റ് തീരുവാണെങ്കിൽ നെറ്റ് മേടിക്കുമല്ലോ. നെറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അർജുനന്റെ മൊബൈൽ ഫോണിലേക്കാണ് ടെലിഗ്രാം വന്നത്. ടെലിഗ്രാം ഉണ്ടായിരുന്നു ആപ്പ്. ടെലിഗ്രാം ഉണ്ടായിരുന്നു. എല്ലാ ആപ്പും ഉണ്ടായിരുന്നു. ടെലിഗ്രാം ആപ്പുകളെല്ലാം അതിനകത്തുണ്ടായിരുന്നു. ഏത് ഫോൺ ഉപയോഗിച്ചിരുന്നു ഓർമ്മയുണ്ടോ? വിവോ ആണ് ഉപയോഗിച്ചത് അല്ലെ? സ്മാർട്ട് ഫോൺ ആയിരുന്നു. അപ്പോൾ അതിൽ ടെലിഗ്രാമിലൂടെ വീഡിയോകൾ കാണുമായിരുന്നു. ഫിലിമൊക്കെ കാണും. അതിനകത്ത് ചില ദൃശ്യങ്ങൾ പോലീസുകാർ ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോൾ പോലീസുകാർക്ക് മനസ്സിലാവുന്നത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ചില വെബ്സൈറ്റുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ തന്നെ താങ്കൾ ചില പ്രത്യേകതരം വീഡിയോകൾക്ക് അഡിക്റ്റ് ആയിരുന്നു എന്നാണ് പോലീസ് തെളിവായി പറയുന്നത്. അങ്ങനെയാണോ? അല്ല സാറേ. പക്ഷെ പിന്നെ താങ്കളുടെ ഫോണിൽ എങ്ങനെ ഈ ടെലിഗ്രാമിൽ വന്ന വീഡിയോ കിടന്നത്? എനിക്കറിയത്തില്ല. ഈ ഫോണ് എന്നെ പിടിക്കുന്ന സമയം ശേഷം ഫോൺ എൻ്റെ ഇല്ലല്ലോ. അതിനുശേഷം അല്ല, അതിന് മുൻപല്ലേ ഈ ടെലിഗ്രാമിൽ വീഡിയോ വന്നിട്ടുണ്ടാവുക? പോലീസ് അങ്ങനെയല്ലേ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്? ടെലിഗ്രാമിൽ ഏതോ സുഹൃത്ത് അയച്ചു തന്നു എന്ന് പറഞ്ഞു. ടെലിഗ്രാമിൽ താങ്കൾക്ക് ചില വീഡിയോകൾ അയച്ചു തരുമായിരുന്നു. നിങ്ങൾ അങ്ങോട്ടേക്ക് കൂടി ഷെയർ ചെയ്യുമല്ലോ. നമ്മളൊക്കെ സാധാരണ ഷെയർ ചെയ്യും. ഫയലുകൾ ഷെയർ ചെയ്യും, സിനിമകൾ ഷെയർ ചെയ്യും. അങ്ങനെ വന്ന ഫയലുകളിൽ ഒന്ന് ഈ വീഡിയോകളായിരുന്നു. ഒരു വിഭാഗത്തിലുള്ള വീഡിയോകൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ സുഹൃത്തുക്കൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്നാണ് താങ്കൾ അറിയാതെ. താങ്കളുടെ ഫോൺ അത് താങ്കളുടെ ഫോണിൽ നിന്ന് താങ്കളുടെ സുഹൃത്തുക്കൾ ടെലിഗ്രാം വഴി ഈ അശ്ലീല വീഡിയോ കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതവർ സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സംസാരിച്ചിട്ടുണ്ടോ? സ്ഥിരമായിട്ട് ഇത് കാണാമെന്നുണ്ട്. വെബ്സൈറ്റിൽ പോയിട്ട് നോക്കാറില്ലേ ഇടയ്ക്ക്? ഇല്ല സാർ. പിന്നെ അതിനകത്ത് സെർച്ച് ഹിസ്റ്ററി എങ്ങനെ വരും? നമ്മൾ സാധാരണ ഗൂഗിളിൽ സെർച്ച് ഹിസ്റ്ററി നോക്കുമ്പോഴാണല്ലോ വരിക. അന്നത്തെ ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ ദിവസമല്ല, അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ചാറ്റ് ഹിസ്റ്ററി ഉണ്ട്. അത് ശാസ്ത്രീയമായ തെളിവാണ്. ചാറ്റ് ഹിസ്റ്ററി, സെർച്ച് ഹിസ്റ്ററി ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരില്ലേ അത്തരം വീഡിയോകൾ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ആ മൊബൈൽ ഫോണിൽ പിന്നെ എങ്ങനെ വരും? അതല്ല സാർ ഞാൻ പറഞ്ഞു. കൂട്ടുകാരൊക്കെ മേടിക്കും. അതായത് എത്ര സമയം അവർ ഉപയോഗിക്കും ഈ വിവോ ഫോൺ? അവരുടെ കയ്യിൽ ഇതേപോലെയുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും. സ്മാർട്ട് ഫോണാ. പിന്നെ നെറ്റ് വരുവാണെങ്കിൽ നെറ്റ് മേടിക്കുമല്ലോ. അല്ലെങ്കിൽ എന്റെ ഫോൺ മേടിച്ച് ഉപയോഗിച്ച് നോക്കുമല്ലോ. അതിലെന്താണ് അവർ ഉപയോഗിക്കുന്നത് ഒരിക്കലും നോക്കിയിട്ടില്ല. സുഹൃത്തുക്കൾ ആണ് ഈ അശ്ലീല വീഡിയോ കണ്ടതെങ്കിൽ ഒരിക്കൽ പോലും അത് തിരിച്ചറിഞ്ഞിട്ടില്ല അർജുൻ. തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് ഞാൻ ചോദിക്കാമല്ലോ, എന്നെ പോലെ എന്തിനാടാ കൊണ്ട് അയപ്പിച്ചേ ചോദിക്കാമല്ലോ. ഈ സുഹൃത്തുക്കൾ അതാരായിരിക്കും? ഓർമ്മിക്കുന്നുണ്ടോ ഇത്തരം വീഡിയോകൾ കാണുന്ന സുഹൃത്തുക്കൾ ആരാണ് ഇത് അയച്ചു തന്നതെന്ന് പിന്നീട് എപ്പോഴെങ്കിലും അന്വേഷിച്ചിരുന്നു? എത്ര വീഡിയോ ഉണ്ടായിരുന്നു അതിൽ? അത്തരം ഈ സുഹൃത്തുക്കൾ കണ്ടതിൽ ഏകദേശം എത്ര വീഡിയോ കണ്ടിട്ടുണ്ടാവും? അറിയത്തില്ല. പോലീസും പറഞ്ഞില്ലേ അത്? പക്ഷെ ആ വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ഫോണിൽ. കാണാമായിരിക്കാം. അർജുൻ്റെ മൊബൈൽ ഫോണിൽ ആ വീഡിയോ കാണാമായിരിക്കാം. ഒരുപക്ഷെ സുഹൃത്തുക്കൾ അതിനകത്ത് ഫോൺ ഇട്ട് നോക്കിയിട്ടുണ്ടാവാം സേഫായിട്ട്. അർജുൻ അത്തരം സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു സുഹൃത്തുക്കൾക്ക്. അത്രയും ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എല്ലാവരും. അർജുൻ്റെ മൊബൈൽ ഫോണിൽ അവർക്ക് കാണാൻ വേണ്ടിയാണ് അർജുൻ്റെ ഫോണിലേക്ക് ടെലിഗ്രാം വഴി വീഡിയോ അയപ്പിച്ചിട്ടുണ്ടാവുക. അവർക്ക് കാണാൻ വേണ്ടി എന്നാണ് പറഞ്ഞല്ല.
ടെലിഗ്രാം യൂസ് ഉണ്ട്. ടെലിഗ്രാമും ഫിലിമും ഇതൊക്കെ കാണാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇതുപോലെ ഞാൻ ജീവിതത്തിൽ ഇന്ന് ഇവരെ പോൺ വീഡിയോ കണ്ടിട്ടില്ലേ? ഫോൺ വീഡിയോ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ വളരെ 17 വയസ്സ് 18 വയസ്സ് കഴിഞ്ഞ ആർക്കും പോൺ വീഡിയോ കാണുന്നത് നിയമവിരുദ്ധമല്ല നമ്മുടെ നാട്ടിൽ. കാണാറുണ്ട് പോൺ വീഡിയോ, തുറന്നു പറഞ്ഞാൽ. കാരണം ഇപ്പോൾ നമ്മൾ ഈ സംശയം ദൂരീകരിക്കാനാണ് നമ്മൾ ഇത്രയും ആഴത്തിൽ ഞാൻ അർജുനുമായിട്ട് സംസാരിക്കുന്നത്. കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ആ കാലത്തിലത് സ്വാഭാവികമാണ് അല്ലേ? സ്വാഭാവികമാണ്. പക്ഷെ ഈ കേസ് വന്നപ്പോൾ സുഹൃത്തുക്കൾ മൊഴിയും കൂടി കൊടുത്തപ്പോൾ താങ്കളെ കുരുക്കി. പക്ഷേ ഈ മൊബൈൽ ഫോണിൽ ഇത്തരം ദൃശ്യങ്ങൾ താൻ കണ്ടത് ഏതെങ്കിലും ചാറ്റ് ഹിസ്റ്ററി, ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി ഉണ്ടാകുമായിരിക്കാം. സുഹൃത്തുക്കൾ ചിലപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ടാകുമായിരിക്കാം. ഞാൻ അന്നാണ് കോടതി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് ഉള്ളെന്ന് പറഞ്ഞ കാര്യം. ആ വീഡിയോ അതിൽ കിടക്കുന്നു എന്നുള്ള കാര്യം, വീഡിയോ കിടക്കുന്ന പറഞ്ഞ കാര്യം കോടതി കേട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇന്ന പോലെ വീഡിയോ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അതിൽ. കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. മഞ്ഞ ഫ്രോക്കും റെഡ് ഫ്രോക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഫോണിന്റെ മാത്രമല്ല, എല്ലാവരുടെ ഫോൺ മേടിച്ച് പരിശോധിച്ച് നോക്കിയാൽ മതി. 60 ഫോട്ടോകളും ഉണ്ടായിരുന്നു കുട്ടിയുടെ? അല്ലല്ല. അതിൽ കൂടുതലുണ്ടായിരുന്നു? അല്ലല്ല. അതിൽ കൂടുതൽ? അല്ലല്ല. എത്ര ഫോട്ടോ ഉണ്ടായിരുന്നു? പഴയ ഫോട്ടോകളെന്നാ പറയുന്നത്. 3 ഫോട്ടോ ഉണ്ടെന്ന് ആദ്യം പറയുന്നത്. രണ്ടാമത് റീട്രൈവ് ചെയ്ത് നോക്കിയപ്പം 19 ഫോട്ടോ എന്നാ പറയുന്നത്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു? ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് എന്തിനാ ഡിലീറ്റ് ചെയ്യുന്ന ആവശ്യം? അപ്പൊ റിട്രീവ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണ്ടേ? അത് വേറെ എന്ത് ഫോട്ടോ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നത്. കൊച്ചിന്റെ ഫോട്ടോ നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ സാർ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞിനെ മടിയിലിരുത്തിയുള്ള ഫോട്ടോകൾ ഉണ്ടായിരുന്നു? ഇല്ല. അടുത്ത് നിൽക്കുന്ന ഫോട്ടോകൾ? ഞാൻ എടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇന്ന പോലെ ഒരു പാർട്ടി എന്നുവെച്ചാൽ അവിടുത്തെ ഒരു പാർട്ടിക്കാരനാ. പുള്ളിയുടെ മോളും ഇന്ന പോലെ കൊച്ചിനെ എടുത്ത് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അതെന്താ എടുത്ത് നോക്കാത്തവര്? ഞാൻ മാത്രം എടുത്തു വെച്ച് നിൽക്കുന്ന ഫോട്ടോ, ഒരു ഫോട്ടോ മാത്രം. അല്ല, ആ എടുത്തു നിൽക്കുന്ന ഫോട്ടോ മാത്രമേ ഉള്ളൂ, അല്ലാതെ കുഞ്ഞിന്റെ ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഇല്ലേ? മഞ്ഞ ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ, ചുവന്ന ഫ്രോക്ക് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ അർജുന്റെ ക്യാമറയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പോലീസിന്. 3 ഫോട്ടോ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ ഫോട്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഓക്കെ. അതിനുശേഷം പോലീസ് താങ്കളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ക്രൂരമായി താങ്കളെ മർദ്ദിച്ചു. ഞാൻ ആ കാര്യം പറയാം. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് മുമ്പ് കുറേ ആൾക്കാർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. ഇന്നപോലെ കൊച്ചിൻ്റെ അല്ല, വളർത്തമ്മെന്ന് പറഞ്ഞില്ലേ, അവരുടെ ചേച്ചീനെ കുമളി കൊച്ചു പോയി. അവരെ 4 പേര്, ഭാര്യയും ഭർത്താവും 2 മക്കളും. ഞങ്ങൾക്ക് മുമ്പ് തന്നെ അവരെ ചോദ്യം ചെയ്തിരിക്കുമായിരുന്നു അവിടെ. അവർ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ചോദിക്കാമെന്ന് പറഞ്ഞു. ആദ്യം കബിനെ കയറ്റുന്നു, രണ്ടാമതാണ് എന്നെ കയറ്റുന്നത്. അശോകിനെയും സുജിനെയും കയറ്റിയിട്ടല്ല അവിടെ. ഞാൻ 2 പേരെ മാത്രമാണ് സ്റ്റേഷനകത്ത് കയറ്റുന്നത്. സ്റ്റേഷനകത്ത് കയറ്റിയിട്ട് എന്നോട് ഇന്ന പോലെ ചോദിച്ചു, നീ എന്തിനാ കള്ളം പറഞ്ഞെന്ന് ചോദിച്ചു. സാറേ ഞാൻ കള്ളം പറഞ്ഞില്ല, ഇന്ന പോലെ കാര്യം എന്ന് പറഞ്ഞു. മറന്നുപോയതാണെന്ന് പറഞ്ഞു കുട്ടിയെ കണ്ടത്. അതല്ലേ ചോദിച്ചത്? ആ കാര്യം ചോദിച്ചു. സാറേ ഞാൻ മറന്നുപോയില്ല, എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ ആ കാര്യം പറഞ്ഞപ്പം പുള്ളി എനിക്കിട്ട് അടിച്ചു. CSR എൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്ത്. ഇതൊന്നും പിന്നീട് എന്താണ് മജിസ്ട്രേറ്റിനെ കണ്ടപ്പോൾ പറയാതെ പോയത്? പോലീസുകാരൊക്കെ മൊത്തം വളഞ്ഞു നിൽക്കുമല്ലേ, പുറകിന്ന് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഈ പോലീസുകാരനെതിരെ പരാതി കൊടുക്കുമോ താങ്കൾ? സിഐക്കെതിരെ താങ്കളെ മർദ്ദിച്ചു എന്നൊരു പരാതി താങ്കൾക്കുണ്ടോ? ഉണ്ട്. അത് പോലീസിൽ ഒരു കേസായി കൊടുക്കുമോ താങ്കൾ? ഇപ്പോഴാ? താങ്കൾ മർദ്ദിച്ചു എന്ന് താങ്കൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നോ നിങ്ങൾ? ആദ്യം കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത് പറഞ്ഞിരുന്നോ? എപ്പോഴെങ്കിലും ഈ വിവരം പോലീസിനെ അറിയിച്ചിരുന്നു താങ്കളെ ക്രൂരമായി മർദ്ദിച്ചു എന്ന്? എന്നെ ഈ കേസിന് ആക്കി കഴിഞ്ഞിട്ടാ. അപ്പോൾ പോലീസിനോട് പറഞ്ഞു? വക്കീലിനെ കണ്ടതിന് ശേഷം? വക്കീലിനെ ഞാൻ പറഞ്ഞു, ഇന്ന പോലെ അന്നത്തെ ദിവസം എന്നെ പുറകിൽ നിന്ന് ഒത്തിരി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇന്ന പോലെ നീ പറയും, ഇന്ന പോലെ പറയില്ല, ജഡ്ജിനോട് പറയുവാനുള്ളൂ, ഡോക്ടറിനോട് പോവാനുള്ളൂ, ഇന്ന പോലെ നീ പറയില്ല, പറഞ്ഞ ഞങ്ങളൊപ്പം നീ വരുന്നത്. വേദനയുണ്ടായിരുന്നു അപ്പോൾ? ഉണ്ടായിരുന്നു. പക്ഷെ മെഡിക്കൽ പരിശോധനയിൽ താങ്കൾക്ക് പരിക്കൊന്നും കണ്ടില്ല, ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ അല്ലേ? അതെന്താണ്? എനിക്കറിയത്തില്ല. മർദ്ദിച്ചിട്ടും ഡോക്ടറുടെ പരിശോധനയിൽ കണ്ടില്ല. അപ്പോൾ ഡോക്ടറോടും പറഞ്ഞില്ല? എന്നോട് ചോദിച്ചു, ഇതേപോലെ വേദന ഉണ്ടോ? എന്ത് പറഞ്ഞു? ഞാൻ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇല്ലെന്ന് പറഞ്ഞു. പോലീസുകാർ അടുത്ത് നിൽക്കുക, ഇന്ന പോലെ പേടിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാ സ്റ്റേഷനിൽ പോലും കയറുന്നത്. എന്താ സ്ഥിതി എന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് യഥാർത്ഥത്തിൽ വേദന ഉണ്ടായിരുന്നു? വേദന ഉണ്ടായിരുന്നു. പോലീസുകാരൻ ഡോക്ടറോട് കള്ളം പറഞ്ഞു? ഡോക്ടറോട് കള്ളം പറഞ്ഞെന്നല്ല,
അവർ നിൽക്കുന്ന കാരണം അവർ പോലീസുകാർ നിൽക്കുന്നത് കാരണം ഡോക്ടറോട് എനിക്ക് പറയാൻ പേടിയുണ്ടായിരുന്നു. കള്ളം പറഞ്ഞു, വേദനയില്ല എന്ന് പറഞ്ഞു. വേദന ഉണ്ടായിട്ട് മജിസ്ട്രേറ്റ് ചോദിച്ചില്ലേ മർദ്ദിച്ചു? ചോദിച്ചു. അപ്പോഴും കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞതല്ല, ഇവര് നിൽക്കുമല്ലേ, ഇവര് പുറകിൽ നിന്ന് ഭയങ്കര എനിക്ക് സത്യയോട് പറഞ്ഞത് എനിക്ക് അവർക്ക് പേടിയുണ്ടായിരുന്നു. ഇന്ന പോലെ എന്നെ മർദ്ദിക്കും, അവരുടെ കസ്റ്റഡിയില്ല ഞാൻ, ഇന്ന പോലെ മർദ്ദിക്കും എനിക്ക് പേടിയുണ്ടായിരുന്നു. വീണ്ടും അടിക്കുമെന്ന് ഭയം. ഞാൻ ആദ്യം ഇവിടെ സ്റ്റേഷനിൽ പോലും കയറുന്നത്. മജിസ്ട്രേറ്റിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് നോട്ട് ചെയ്യാമായിരുന്നു അല്ലേ? അപ്പോൾ ഇനിയൊരു പരാതി കൊടുത്താൽ പോലും അത് നിൽക്കില്ല. കാരണം താങ്കളെ ഇനി തെളിയിക്കാൻ കഴിയില്ല. മെഡിക്കൽ പരിശോധന ഇനി താങ്കൾക്ക് ചെയ്യാൻ കഴിയില്ല. 2 വർഷം കഴിഞ്ഞു. കഴിയത്തില്ല. താങ്കളെ ഇതിൽ കൊടുക്കുകയായിരുന്നു എന്നാണ് താങ്കളുടെ ഒരു വിശ്വാസം എപ്പോഴും? അതെ സാറേ, എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, സാഹചര്യ തെളിവുകളെല്ലാം അർജുനെതിരാണ്. അർജുനെ ആകെ സഹായിച്ചത് ശാസ്ത്രീയമായ തെളിവ് മാത്രമാണ്, തെളിവുകളുടെ അഭാവമാണ്. സാഹചര്യ തെളിവ് എന്ന് വെച്ചാൽ എൻ്റെ മുടി, കയ്യിലുള്ള മുടിയും ഇവിടെ ഉള്ള മുടിയും ഇന്ന പോലെ 4-ാം തീയതി എന്നുവെച്ചാൽ 2-ാം തീയതി ഫോറൻസിക്കിൽ നിന്ന് വരുന്നു, 4-ാം തീയതി പോയി സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ മുടിയൊക്കെ അവിടെ വരുന്നത്. എന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചെന്നല്ല, എന്നോട് എനിക്കറിയത്തില്ലോ എന്തിനാ മുടി പറപ്പിക്കുന്നത്, എനിക്കറിയത്തില്ലോ. ഇവിടെ പറപ്പിച്ചു, 2 ഭാഗത്തുനിന്നും പറപ്പിച്ചു, കയ്യിൽ നിന്നും പറപ്പിച്ചു, ഇവിടെ നിന്നും പറപ്പിച്ചു. എനിക്കറിയത്തില്ല. ഞാൻ DNA പരിശോധന കൊണ്ടുപോകാന്ന് എനിക്ക് ഓർത്തു. 2ാമതാണ് ഒരു ലേഡി ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ് ഇന്ന പോലെ എൻ്റെ മുടി കിട്ടിയിട്ടുണ്ടായിരുന്നു. മുടി അവിടെ പോയി ആരും കൊണ്ടിട്ടു. അനീഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്നെ സ്റ്റേഷന്റെ ലോക്കപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി വേറെ റൂമിനകത്ത് കയറ്റിച്ചു. ഇന്ന പോലെ പറപ്പിച്ചു, മുടി പറപ്പിച്ച് ഒരു കവറിനകത്ത് ഇടാൻ പറഞ്ഞു. ഇട്ടിട്ടാണ് അവരുകൊണ്ട് അവിടെ ഇട്ടത്. അവിടെ കൊണ്ടിട്ടു. പക്ഷെ 4-ാം തീയതിയാണ് ഇതിലുന്നത്. 4-ാം തീയതി കഴിഞ്ഞിട്ട് 4-ാം തീയതി. പക്ഷെ 2-ാം തീയതി ഫോറൻസിക് പരിശോധന കഴിഞ്ഞു. 2-ാം തീയതി കഴിഞ്ഞു. പിന്നെ അവിടെ കൊണ്ടിടേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് ഇട്ടത്? ഫോറൻസിക് പരിശോധന കഴിഞ്ഞതിന് ശേഷം അത് ഇട്ടുകൊണ്ട് അതിന് ശാസ്ത്രീയമായ തെളിവിന് വാല്യൂ ഇല്ല. അതാണല്ലോ ഇപ്പോൾ സാഹചര്യത്തിലായിട്ട് എടുത്തേക്കണേ. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ എൻ്റെ മുടി അവിടെ കൊണ്ടിട്ട് ഇന്ന പോലെ തെളിവുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അന്നത്തെ ദിവസമാണെങ്കിൽ ഞാൻ വീട്ടിൽ പോലും ഞാൻ കയറി പോയിട്ടില്ല. ഇന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മനുഷ്യനായിരിക്കില്ല. പിന്നീട് ജയിലിൽ പൂജാമുറി കാണിച്ചു കൊടുക്കുക, ഇതെല്ലാം പിന്നീട് അർജുൻ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ആ വിൻഡോ തുറന്ന് പുറത്തേക്ക് വരുന്നത്, ഇതെല്ലാം അർജുൻ പോലീസുകാരുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ കാട്ടിക്കൊടുക്കുകയാണ്, ക്യാമറയ്ക്ക് മുന്നിൽ. ഇതാർക്കും അറിയത്തില്ലല്ലോ. എന്നെ സ്റ്റേഷനിൽ വെച്ച് ഇത്ര പീഡിപ്പിച്ചെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. പോലീസുകാർ ഇന്ന പോലെ മർദ്ദിച്ചു, ഇന്ന പോലെ നീ ചെയ്ത് കാണിച്ചില്ലെങ്കിൽ എന്റെ അപ്പനെ ഇതിനകത്ത് പ്രതിയാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പനെ പ്രതിയാക്കും എന്നാണ് പറഞ്ഞത്? സഹോദരിയെ പ്രതിയാക്കും എന്നാണ് പറഞ്ഞത്? അപ്പനെ പ്രതിയാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷെ സഹോദരിയെ പ്രതിയാക്കും എന്നാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, അപ്പനെ പ്രതിയാക്കും. സഹോദരി ഉണ്ടോ? ചേച്ചിയുണ്ട്. അതിനുശേഷം ഈ ജനലിന്റെ ഉള്ളിൽ പുറത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാരാ? അതല്ലേ പറഞ്ഞു, ഇന്ന ഈ കാര്യങ്ങളൊക്കെ വെച്ചാണ് എന്നെ ഇന്ന പോലെ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഭീഷണിപ്പെടുത്തി പോലീസുകാരൊക്കെ ചേർന്ന്. ഇതിനകത്ത് മെയിനായിട്ടുള്ളത് CA സാറ്, പിന്നെ SA സാറ്. ഈ കുഞ്ഞിന്റെ കയ്യിൽ താങ്കൾ ഇട്ട പാന്റിന്റെ ഒരു ചെറിയ ഫൈബറിന്റെ അംശം ഉണ്ടായിരുന്നു, നൂലിന്റെ അംശം ഉണ്ടായിരുന്നു അല്ലേ? എന്റെ പാന്റ് അല്ലായിരുന്നത് ശരിക്കും. ഫോറൻസിക് റിപ്പോർട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അവര് കൊടുത്തേക്കുന്ന ഡാർക്ക് ഗ്രേ എന്നാ പറഞ്ഞേക്കും. പക്ഷെ ഇതിനകത്ത് ഞങ്ങൾക്ക് ബ്രൗൺ കളർ ഇങ്ങനെ മാറി. എൻ്റെ സൈസ് ആണെങ്കിൽ വേറെ ആയിരുന്നു, പാന്റിന്റെ സൈസ് അതും വേറെയാണ്. പക്ഷെ താങ്കൾ തന്നെ പോലീസിനോട് സംബന്ധിച്ചിട്ടുണ്ട്, വസ്ത്രമെല്ലാം എടുത്തു കൊടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ട് പോലില്ല. എന്നെ കൊണ്ടുപോയി എന്നെ വീട്ടിൽ കയറ്റിയിട്ട് ഞാൻ കിടക്കുന്ന റൂമിൽ ഇന്ന പോലെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 തുണി. ആ തുണിയിൽ നിന്ന് ഒരു തുണി എടുക്കുന്നു. ഏത് തുണിയാണ് യൂസ് ചെയ്തെന്ന് ചോദിച്ചു. ഇന്ന് ഈ തുണിയാന്ന് പറഞ്ഞു. അത് കൊടുത്തു. ഞാൻ എടുത്തു കൊടുത്തില്ല, ഞാൻ കാണിച്ചെന്ന് മാത്രം എടുത്ത്. അപ്പൊ ആ തുണി എടുത്തു. ആ തുണിയിലെ ഒരു ഭാഗമാണ് കുഞ്ഞിന്റെ കൈയുടെ വിരലിൽ നിന്ന് കിട്ടിയത്. പക്ഷെ എന്റെ തുണി അല്ല അത്. പക്ഷെ താൻ കാണിച്ചു കൊടുത്തതല്ലേ? ഞാൻ കാണിച്ചു കൊടുത്താ, പക്ഷെ കോടതി വന്നിട്ട് വേറെയാണല്ലോ. കോടതി വന്നിരിക്കുന്നത് ആ തുണിയുടെ നൂലല്ല. അല്ലല്ല, ബ്രൗൺ കളറിന്റെ ഷോർട്സിന്റെ നൂലാന്നാ വന്നേക്കുന്നത്. അത് ആരുടെയാ? അതാണ് കണ്ടെത്തേണ്ടത്. ഇനി അർജുൻ എന്താ ചെയ്യാൻ പോകുന്നത്? സ്വാഭാവികമായും തുടർ നടപടികളുണ്ടാകും. ഇനിയും നിയമ നടപടികളിലേക്ക് നീങ്ങും. അർജുൻ ഈ സുഹൃത്തുക്കളെ കാണുന്നു, അവരോട് എന്താ അർജുനോട് ചോദിക്കേണ്ടത്? ഒരു എന്നാ പറഞ്ഞേ, എൻ്റെ അവസ്ഥ 2.5 കൊല്ലമായി ഞാൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. ജയിലിൽ
എൻ്റെ അപ്പൻ്റെ അമ്മൻ്റെ കഷ്ടപ്പാട് ആർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞുണ്ടാക്കിയത്? ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? അർജുൻ അനിയത്തിയെ പോലെ കണ്ടിരുന്ന കുട്ടിയാണെന്നാണ് അർജുൻ പറയുന്നത്. ആ കുഞ്ഞിന്റെ ക്രൂരമായ കൊലപാതകം ഇനി എന്താണ് വേണ്ടതെന്നാണ് അർജുൻ്റെ ആവശ്യം. രണ്ടാമത് അന്വേഷിക്കേണ്ടതിന് ആർക്ക് വേണ്ടി ഇത് ചെയ്തു, ആര് ചെയ്തു, ആരെ സംരക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ കാണിച്ചു, ഇതിൻ്റെ പുറകെ എത്ര പേരുണ്ടെന്ന് വെളി പറഞ്ഞു. അർജുൻ നിരപരാധിയെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഇനി അപ്പീലുണ്ട്, തുടർ നടപടികൾ നേരിടണം. അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നു. അർജുൻ അല്ലെങ്കിൽ ആരാണ് പ്രതി? അർജുൻ ആണെങ്കിൽ പ്രോസിക്യൂഷന് പിഴച്ചത് എവിടെയാണ്? ഈ അഭിമുഖം വിധിക്കാനായിരുന്നില്ല, ചില സംശയങ്ങൾ ചോദിക്കാനായിരുന്നു. പൊതുസമൂഹത്തിനും കോടതിക്കും ആ ചോദ്യങ്ങൾ സമർപ്പിക്കുന്നു. പ്രോസിക്യൂഷൻ കണ്ടെത്താതെ പോയത് എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഒരുപക്ഷെ വായിച്ചെടുക്കാൻ സാധിക്കും. ചോദ്യങ്ങൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ഈ അഭിമുഖം അവസാനിക്കുന്നു. പ്രതിയെ കണ്ടെത്തിയേ മതിയാവും. നന്ദി, നമസ്കാരം.